ഗ്ലൗസൊക്കെ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്ത് ഇതിൻ്റെ ഇവിടെ ഒരു വരഞ്ഞിട്ട് ഇവിടുത്തെ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല ക്ലീനാക്കി. അപ്പോൾ എല്ലാം നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായത് ഉള്ളിയാണ്. ഇവിടെ ബ്രൗണും റെഡ് ഒണിയനും കിട്ടും, ബ്രൗൺ ഒണിയനും കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കളറുള്ള ഉള്ളിയല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ അത് രണ്ടും കിട്ടും. അപ്പോൾ ഞാനൊരു 3 ബ്രൗണും 3 റെഡും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മതിയെന്ന് തോന്നുന്നു. ഉള്ളി നല്ലോണം വേണം. പിന്നെ അതുപോലെ നമുക്ക് വെളുത്തുള്ളി വേണം. ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതായത് ഇവിടുത്തെ വെളുത്തുള്ളി ചൈനയുടെ വെളുത്തുള്ളിയാണ് കേട്ടോ. ചൈനയുടെ വെളുത്തുള്ളിയാണ്. പക്ഷേ ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത് ഇവിടെ. അപ്പോൾ അത് ഒത്തിരി വലിയ ഉള്ളിയാണ്. തീരെ നല്ല നമ്മുടെ നാട്ടിലെ ഉള്ളി പോലല്ല, നല്ല വലിപ്പമുള്ള ഉള്ളിയാണ്. നമ്മുടെ ഒരു കയ്യിലൊരു ഉരുള പിടിക്കുന്ന അത്രയുണ്ട്. അപ്പോൾ ഇതിലൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. 3 എണ്ണം എടുത്തതിൽ കുറച്ച് കിളിച്ചതാണ്. അപ്പോൾ അതിനെ എനിക്ക് കുക്ക് ചെയ്യാനൊരു സങ്കടം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെ നടാമെന്ന് വിചാരിച്ചു, ഇവർക്കൊരു ലൈഫ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഉള്ളി. വേണമെങ്കിൽ ഇതിനകത്ത് ഇത്രയും കൂടെ ഇടാം, ഒരു പകുതിയും കൂടെ ഇടാം, ഇതിൻ്റെ പകുതിയും കൂടെ. അപ്പോൾ ഉള്ളി എത്ര എടുത്ത് ഉള്ളി മീൻസ് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഗാർഡനിൽ തന്നെ നല്ല സൂപ്പർ കറിവേപ്പില ഉണ്ട്. അപ്പോൾ അതിനെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗാർഡനിലുള്ളതാണെങ്കിൽ കഴുകണം, അല്ലെന്നുണ്ടെങ്കിൽ പൊടിയും ഈ പക്ഷികളൊക്കെ വന്നിരിക്കും, അഴുക്കാവും. അപ്പോൾ അത് കഴുകി വേണം എടുക്കാൻ. നമ്മുടെ ഗാർഡനിലേതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പച്ചമുളക്. ഈ പച്ചമുളക് എൻ്റെ ഗാർഡനിലാണ്. ഇത് പല ടൈപ്പ് പച്ചമുളകാണ്. ഇതിൽ കാന്താരിയുണ്ട്, ഇതുണ്ട് നീളമുള്ളൊരു തരം മുളക്. ഇതൊക്കെ അത്ര എരിവില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഈ പറ്റൽമുളകിൽ നിന്ന് ഞാൻ വിത്തിട്ട് കിളിപ്പിച്ചതാണ്. അതുപോലെ ഇതിന് എരിവുള്ളതാണ്. അപ്പോൾ ഇത്രയും മുളകിൻ്റെ ആവശ്യമില്ല. ഒരു 4-5 മുളക്, ഇത്രയും മുളക് മതി. ഇപ്പം മുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി വേണം. എനിക്ക് ചെറിയ ടൊമാറ്റോയാണ്, ചെറിയ തക്കാളിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇത് ഗാർഡനിലെയാണ്. അപ്പോൾ അത് കുറച്ച് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊലി ഞാൻ മാറ്റി വെച്ചു. അതിന് നല്ല ഇത്രയും തൊലിയുണ്ട് കേട്ടോ. ഈ തൊലി കൊണ്ട് നമുക്ക് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ വേറെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകില്ല, അവിടെ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകത്തുമില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടത് മുറിച്ചിട്ട് ഇതിനകത്തോട്ടിടാം. അതൊന്ന് ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മുറിയും കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 2 ടൈപ്പ് ഉള്ളിയും നന്നായിട്ട്, അത്ര ചെറുതായിട്ടല്ല, ഒരുവിധം വലുതായിട്ട് തന്നെ അരിഞ്ഞത് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഉള്ളി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വേഗം വഴറ്റാൻ വേണ്ടി എല്ലാവർക്കും അറിയാം. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഈ പാൻ നല്ല കട്ടിയുള്ള പാനായതുകൊണ്ട് ഇത്രയും എണ്ണയുടെ ആവശ്യം ഇതിൽ വെച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഉള്ളി ഒരുവിധം നന്നായിട്ട് വഴണ്ട്, ഒത്തിരി വഴണ്ടല്ല, കാരണം നമുക്ക് ഇങ്ങനെ വേവിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളി ഒരുവിധം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഉള്ളിയെ ഒന്ന് ചതയ്ക്കാൻ പോവാണ്. ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി അരച്ച് വെച്ച് കൊടുക്കാം.
വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും വെളുത്തുള്ളി ഇടുന്നത് ഇത്രയും നല്ലതാണ്. ഇഞ്ചി ഇടാറില്ല കേട്ടോ. ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റ് മാറിക്കൊള്ളില്ല. ഇതിനത് ഇങ്ങനെയാണ് നല്ലത്. ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമുളകും മുറിച്ചിടണം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഈ തക്കാളി അധികം പുളിപ്പില്ലാത്ത തക്കാളിയാണ്. ചെറിയ ടൊമാറ്റോ. ഇത് തീരെ ചെറുതാണ്. ഇതിൻ്റെ വലുത് പല ടൈപ്പുണ്ട്. ഇത് മുറിച്ചിടാനൊന്നും പറ്റത്തില്ല, അത്ര ചെറുതാണ്. നന്നായിട്ട് പഴുത്തുകൊണ്ട് മുറിക്കുമ്പോൾ തന്നെ തെന്നി പോകും. ഒന്ന് ഉടച്ചാൽ മതി. പഴുത്തിട്ട് തന്നെ അത് വേകുന്നതിന് മുമ്പ് തന്നെ ഉടഞ്ഞു കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് തക്കാളി. നിറയെ തക്കാളി ഇട്ടാൽ നല്ലതാണ്. എനിക്കുണ്ട്, കുറച്ചും കൂടെ വേണമെങ്കിൽ ഇടാം. നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. അതിൽ കുറച്ച് തക്കാളിയും ഇടുകയാണ്. ശരിക്കും വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം മതി. ഇത് പ്രോൺസ് പെരട്ടെന്നോ റോസ്റ്റെന്നോ എങ്ങനെ വേണേലും പറയാം. നല്ല ടേസ്റ്റാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പണ്ടൊക്കെ തീയലുണ്ടാക്കുമായിരുന്നു. പ്രോൺസിൻ്റെ തീയൽ തലയൊക്കെ ഇട്ടിട്ട്. വലിയ പ്രോൺസ് കിട്ടുകയാണെങ്കിൽ തലയൊക്കെ ഇട്ടിട്ട് നാട്ടിലെ അതേ തീയലിൻ്റെ ടേസ്റ്റ് കിട്ടും. പിന്നെ അതിൽ ക്യാപ്സിക്കവും ഒക്കെ ഇട്ട്. പിന്നെ അത് ക്യാപ്സിക്കം ഇടുന്നില്ല, തേങ്ങ ചേർക്കുന്നില്ല, ഇഞ്ചിയില്ല, മല്ലിപ്പൊടിയില്ല, മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം. നമ്മുടെ എരിവനുസരിച്ച്. ഇത് കൂടുതൽ വേണ്ടുന്നവർക്ക്. ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. ഇത് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 3-4 പച്ചമുളക് ഇട്ടതുകൊണ്ട് അത് എരിവ് കാണും. അപ്പോൾ ഇനി അതിനും വേറെ എണ്ണ എടുക്കുന്നില്ല. ഈ എണ്ണയിലേക്ക് തന്നെ, ഈ പാനിലേക്ക് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി 2 സ്പൂൺ ഇട്ടു. ആവശ്യമുണ്ടെങ്കിൽ ഇനി പിന്നെ നമുക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി സ്വല്പം കൂടി ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ തീ കുറച്ച് വെച്ചായിരുന്നു. ഞാൻ തീ ശകലം കൂട്ടി. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എണ്ണ വളരെ കുറച്ച് ഒഴിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കണം. കാരണം ഇപ്പം എല്ലാവർക്കും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉള്ളവരാണ്. അപ്പം മാക്സിമം ഇല്ലാത്തവരായാലും മാക്സിമം എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലത്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് പച്ചമണം പോകണം. അപ്പോൾ അത്രയും നല്ലതായിട്ടൊന്ന് വഴറ്റണം. കൂടുതൽ എണ്ണ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടത്. അല്ലെങ്കിൽ നമുക്ക് വേറെ എണ്ണ ഒഴിച്ചിട്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കി എടുക്കാം. മല്ലിപ്പൊടി ഇടുന്നില്ല. മല്ലിപ്പൊടി ഇടാതെ നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നത്. മല്ലിപ്പൊടി വേണ്ടുന്നവർക്ക് മല്ലിപ്പൊടി ഇടാം. ചില്ലി പൗഡറും ടെർമറിക് പൗഡറുമാണ് ചേർത്ത് വയ്ക്കുന്നത്.
ഒരുവിധം നന്നായിട്ടത് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്തെടുക്കണം. അതിലേക്കൊരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ പ്രോൺസ് ഒരുവിധം വെന്തിട്ടുണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രോൺസ് ഒരുപാട് വേകണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു രീതിക്ക് നമുക്ക് ഇച്ചിരി എല്ലാം കുറച്ച് വേവിപ്പ് കൂടുതലാണല്ലോ. പല ആൾക്കാർക്കും പ്രോൺസ് അലർജിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മഞ്ഞളിട്ട് വേവിക്കുന്നത് ഒത്തിരി നന്നായിരിക്കും. 1 കിലോയാണിത് കേട്ടോ, 1 കിലോ പ്രോൺസ് ആണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് വലിയ പ്രോൺസ് ആയിരുന്നു, പിന്നെ തല ഉണ്ടായിരുന്നു. തല മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ ഇത്രയല്ലേ ഉള്ളൂ. 1 kg ആണ്. അപ്പോൾ ഇത് ഒരുവിധം വെന്തു. ഇനി ഞാൻ ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടെല്ലാം ഇളക്കി യോജിപ്പിച്ചു. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളമാണ് അത്. ഇത് കഴുകി പ്ലേറ്റിൻ്റെ ഇതും കൂടെ കഴുകി ആ വെള്ളമാണ്. കുറച്ച് ചാറ് വേണമല്ലോ ആൾക്കാർക്ക്. ചോറിനായാലും പെട്ടെന്ന് നമ്മൾ വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് പോകും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പിട്ടതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ട്. പിന്നെ നല്ല ആവശ്യത്തിന് എരിവും നല്ല കളറും എല്ലാം ഉണ്ട്. അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ അടച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം, കമൻ്റ് ഇടണം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇച്ചിരി മടിയാണ്, അതാണ് പ്രശ്നം. എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. നമ്മളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒക്കെ നോക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ടൈം കൂടുതലെടുക്കും. ഇത് പെട്ടെന്ന് ചടപടപടയെന്ന് ചെയ്യുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് പിന്നെ ഒരു കറികൾക്കും അളവില്ല. എൻ്റെ കറികൾക്കൊന്നും എനിക്ക് അളവില്ല. എൻ്റെ കൈയളവാണെല്ലാം. ഇപ്പോൾ ഉപ്പ് നോക്കുന്നത് പോലും ഉപ്പ് നോക്കേണ്ട പോലും ആവശ്യമില്ല. കറക്റ്റ് ആ ഉപ്പ് ആയിരിക്കും. ഞാൻ ഉപ്പൊക്കെ കുറച്ച് കുറയ്ക്കുന്ന ആളാണ്. ഒത്തിരി ഉപ്പിടുന്നത് ഇഷ്ടമല്ല. അത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ടേബിളിൽ കുറച്ച് ഉപ്പ് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിനെടുത്ത് ഇടാവുന്നതാണ്. എനിക്ക് ഇത്തിരി ഉപ്പിടുമ്പോൾ എനിക്ക് തലപെരുക്കും, പറ്റത്തില്ല, നല്ലതുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് കുറച്ചേ ഇടും. നന്നായിട്ട് പ്രോൺസ് ശരിയായിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി കൂടുതലിട്ടത് കൊണ്ട് ഒരുപാട് ഇടരുത്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ചെവ വരും. ഇത് പക്ഷേ കറക്റ്റാണ്, പാകത്തിലാണ് കേട്ടോ. തക്കാളിയുടെ ടേസ്റ്റ് കളറും
എല്ലാം കൂടെ ആയപ്പോൾ നല്ല പരുവത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് 1 കിലോ പ്രോൺസാണ്. ഒരു 6 ഉള്ളി, ഒരു 3 കുടം വലിയ വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയാണ് എണ്ണ. ഇത്രയാണ് സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഞാനിനി ഒന്നുകൂടെ ഒന്ന് അടച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്യാം. നമ്മുടെ പ്രോൺസ് റെഡിയായിട്ടുണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില എനിക്കൊരു വീക്ക്നെസ്സാണ്. എത്ര കറിവേപ്പില ഉണ്ടെങ്കിലും ഇഷ്ടമാണ്. വേഗം ഉണ്ടാക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വീഡിയോ ഇച്ചിരി നീണ്ടു പോയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്താണ് ചെയ്തത്. എന്നാൽ 15 മിനിറ്റ് അല്ല, ഒരു 20 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് കുറച്ച് പതുക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചടപെടാതെ പെട്ടെന്ന് ചെയ്യാം. പ്രോൺസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വലിയ പ്രോൺസ് ആയിരുന്നു കേട്ടോ, തീരെ ചെറിയ പ്രോൺസ് അല്ല. ഇവിടെ നല്ല പ്രോൺസ് കിട്ടും. ചില സമയത്ത് നല്ല തല എടുക്കാൻ പറ്റുന്ന പ്രോൺസും ഉണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും തല എടുക്കും. നല്ല നന്നായിട്ട് ക്ലീൻ ചെയ്യണമെന്നേ ഉള്ളൂ. തല നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.